My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ടാരോട്ട് കാർഡ് ചെയ്യുന്നത്. ഐ എം റിയലി സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റ് ഗൈസ്. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്? സോ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്നത് വളരെ ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഓക്കെ, സോ നല്ലൊരു സ്മെല്ലുണ്ട്. സോ മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയൂ. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെൽ. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം അങ്ങനെ സ്മെൽ ചെയ്യുന്നുണ്ടായിരിക്കണം. മേ ബി ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ കുറേ നാളിന് ശേഷം ഒന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ദിവസമായിരിക്കണം എന്ന്, ഓർ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കണം അല്ലേ? നിങ്ങളുടെ സറൗണ്ടിങ് അങ്ങനെ ക്ലീൻ ചെയ്യണം. മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങൾ വളരെ അധികം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഓർ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ ആണ്. ബിക്കോസ് നിങ്ങൾക്കൊരു പുതിയൊരു ഫ്രഷ് എനർജി ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് വെരി ഫ്രഷ്. ഓക്കെ, വളരെ കാം, വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഡസൻറ്റ് മാറ്റർ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എവിടെ നിന്നു, നിങ്ങൾ എന്തൊക്കെ അവസ്ഥയിൽ കൂടെ പോയി, ഓർ നിങ്ങൾ എത്ര ടൈം വേസ്റ്റ് ആക്കി, ആരുടെ കൂടെ ടൈം വേസ്റ്റ് ആക്കി, ഡസൻറ്റ് മാറ്റർ ഗൈസ്. ഓക്കെ, സോ നിങ്ങൾ ഈ ടൈം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം. ഓക്കെ, സോ നിങ്ങൾ അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ലൈഫ് വളരെ സന്തോഷമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് വളരെ എക്സോസ്റ്റഡ് ആയിട്ടോ ഹെവി ആയിട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു ഷവർ നിങ്ങൾ എടുക്കുക. ഓൾറെഡി എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ സോൾട്ട് വാട്ടറിൽ കല്ലുപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുളിക്കുക. ഓക്കെ, സോ യു ഫീൽ സോ മച്ച് ബെറ്റർ. ഓക്കെ, ഇത് ചില ആളുകൾക്കുള്ള മെസ്സേജാണ്. ഓക്കെ, ബിക്കോസ് ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സോ ശരീരമോ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ്, ദിസ് ഈസ് ദ മെസ്സേജ് ഫോർ യു. ഓക്കെ, ഒന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് ഇനിയും ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. What you need to hear right now. It's like എനിക്ക് എങ്ങനെയാണ് ഈ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്, ഓർ ലൈക്ക് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടൊക്കെ തറവാട്ടിൽ ഈ ലൈറ്റ് ഒന്നും ഇല്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ പവർ കട്ടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് പണ്ട് എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ ഞങ്ങളിങ്ങനെ ഇരിക്കും. സോ കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ കൂടി നിന്ന് വലിയച്ഛൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു തരും. അമ്പലത്തിലെ കഥകൾ, കുടുംബക്കാരുടെ കഥകൾ, ഓരോരോ കഥകൾ നമ്മളിങ്ങനെ കേട്ടിരിക്കും. സോ എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ എനിക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ലോസസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ, എന്തെങ്കിലുമൊക്കെ നഷ്ടം ഓർ എന്തെങ്കിലുമൊക്കെ ഈ സമയത്തേക്ക് ആയിരിക്കാം. ഓർ മേ ബി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെർമനൻ്റ്ലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. സോ അതായിരിക്കാം പ്രോബബ്ലി നിങ്ങൾ കൂടുതൽ ഡ്രെയിൻ ആക്കുന്നുണ്ടായിരിക്കാം. ഓർ നിങ്ങൾക്ക് എന്താണോ നഷ്ടമായിട്ടുള്ളത് അതാണ് നിങ്ങൾക്കുള്ളൊരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുന്നത് പോലെ. അവെയർനെസ്. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത് ഈ ഒരു സമയത്ത്, എന്താണോ നിങ്ങൾക്ക് നഷ്ടമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് അത് എന്തോ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തരുന്നുണ്ട്, എന്തോ ഒരു ടോപ്പ് ഇൻസൈറ്റ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നഷ്ടത്തിൽ ഫോക്കസ് ചെയ്യാതെ എന്താണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓർ ചില നഷ്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷ് ബിഗിനിങ് ആണ്. ഓക്കെ, സോ ചില ആളുകൾ എസ്പെഷ്യലി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും ചില കാര്യങ്ങൾ എൻഡ് ആക്കണം എന്നുള്ളത്. ഇമോഷണലി ആണ് നിങ്ങൾ അധികം പേരും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ പ്രോബബ്ലി ആളുകളുമായിട്ടുള്ള ചില സിറ്റുവേഷനിലായിരിക്കാം. സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഫ്രഷ് ബിഗിനിങ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തോട്ട്സിൽ പുതിയ ചിന്തകൾ ഉണ്ടാവുകയാണ്. അതുവരെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രമായിട്ടായിരിക്കാം നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെ. നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും, നിങ്ങളുടെ എല്ലാ എഫേർട്ടും, നിങ്ങളുടെ എല്ലാ എനർജിയും നിങ്ങൾ അതിലായിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് മേ ബി അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അതിലൊരു ബ്രേക്ക് വരുന്നത്, അത് എൻഡ് ആക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പുതിയ ചിന്തകൾക്ക് സീഡ് ചെയ്യുന്നത് പോലെയാണ്, പുതിയ ചിന്തകൾ വിത്തിടുന്നത് പോലെയാണ്. ഓക്കെ,
ബിക്കോസ് നിങ്ങൾക്ക് കുറേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തോ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്, ആൻഡ് നിങ്ങളുടെ ചിന്തകൾ കണക്ട് ആവുന്നത് ആ ഒരു കാര്യത്തെ പറ്റി മാത്രമാണ്. സോ അത്ര ഒരു ലിമിറ്റിംഗ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ തോട്ട്സ് പോകുന്നത്, നിങ്ങളുടെ എനർജി പോകുന്നത്, നിങ്ങളെ ചുറ്റി പോകുന്നത് അങ്ങനെയാണ്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ തൽക്കാലത്തേക്കോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളത് വളരെ അത്ര ഒരു നല്ല രീതിയിലാണ് കാര്യങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, നഷ്ടപ്പെട്ടു, അയ്യോ സെന്റിമെന്റ്സ് കാണിക്കാതെ. അതിന് ചില സമയത്ത് നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ബട്ട് ഗൈസ്, ഈ സമയം നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയല്ല. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അല്ല, ഇത് ആക്ച്വലി ട്രൂലി നിങ്ങളെ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ അലോ ചെയ്യേണ്ട ടൈമാണ്. കണക്ട് ചെയ്യാന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ അലോ ചെയ്യണം. ബിക്കോസ് നിങ്ങൾ പുതിയ അറിവുകൾ തേടി പോകേണ്ടതായിട്ടുണ്ട്. കമൺ ഗൈസ്, നിങ്ങൾക്ക് പുതിയ അറിവുകൾ ഉണ്ടാവണം. ഈവൻ നിങ്ങളൊരു ജോലി കുറേ കാലമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പുതിയ അറിവുകൾ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മേ ബി അത് നിങ്ങളുടെ ഒരു പ്രൊമോഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളെ ബെറ്റർ പ്ലേസ്മെന്റിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളുടെ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ബുക്സ് വായിക്കുക ഗൈസ്, അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ഏത് ഏജുള്ള ആളുകളായിക്കോട്ടെ, ബുക്ക് വായിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അറിവ് അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു ടൈം നിങ്ങൾ അറിവ് നേടണം, അല്ലെങ്കിൽ അറിവ് നിങ്ങളെ ക്രേവ് ചെയ്യുന്നുണ്ട്. മേ ബി ലൈക്ക് ചില ആളുകൾ എനർജറ്റിക്കലി അട്രാക്ട് ചെയ്യുന്നത് അതാണ്, പുതിയ അറിവുകൾ അല്ലെ. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ഫ്രഷ് എനർജിയിലാണ് നിൽക്കുന്നത്. വളരെ നിങ്ങളുടെ ശരീരമൊക്കെ അത്ര ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു കുളിച്ച് വന്ന എങ്ങനെ ഉണ്ടാവും, പണ്ട് അച്ഛനൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് വരുന്ന ഒരു സ്മെല്ലുണ്ട്. നമ്മൾ അച്ഛന്മാർ കുളിച്ച് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് അല്ലെ. സോ എനിക്ക് അതൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. സോപ്പിന്റെ സ്മെല്ലും ആ ഒരു പൗഡറിന്റെ സ്മെല്ലും ആ വീട്ടിൽ മൊത്തം ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സോ ശരീരമോ ഒന്നും സ്പോയിൽ ആയിട്ടില്ല, ഒക്കെ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്നത് പോലെയാണ്. സോ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. ഓക്കെ, വായിക്കുക, പുതിയ അറിവുകളുള്ള കാര്യങ്ങൾ, പുതിയ പോഡ്കാസ്റ്റ് ഒക്കെ മേ ബി കാണുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഇൻഫർമേഷൻസ് തരുന്ന, നിങ്ങളെ ഒരുപാട് സ്പിരിച്വലിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, ബിക്കോസ് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നോ ചിന്തകളിൽ നിന്നോ ഡിസ്കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ചില തോട്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആണ്. ഓക്കെ, സോ ചില തോട്ട്സ് നിങ്ങൾ കൂടുതൽ അലട്ടുന്നില്ല, നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ അലോ ചെയ്യുക. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ പ്ലേസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്ന് ഒബ്സർവ് ചെയ്താൽ അറിയാം നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ബിക്കോസ് ചില ആളുകൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽഫ് അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് ഒരു സ്വയം ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് അറിവിൽ കൂടെ മാത്രമാണ് കിട്ടുന്നത്. സോ നിങ്ങളുടെ തോട്ട്സ് അവിടെ എക്സ്പാൻഡ് ആവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്ര കാലം എന്താ ചിന്തിച്ചു അത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ചില ആളുകൾക്ക് അത് നാച്ചുറലി ആ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കോട്ടെ, ആളായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, മിസ്സിങ്സ് ഓർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില കാര്യത്തിനോട് നിങ്ങൾ അമിതമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനും പാടില്ല. ബിക്കോസ് ഈ ഒരു സമയത്ത് നമുക്ക് ലൈഫിൽ വലിയ എയിംസ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും വളരെ ടഫ് ആയിരിക്കും അല്ലെ. സോ നിങ്ങൾ ചില കാര്യത്തിലേക്ക് മാക്സിമം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലക്ഷ്യം വലുതാവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും അതിന് എതിരെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ടഫ് ആയിരിക്കാം. ഓരോ എക്സാം പോലെ അല്ലെ. സോ നമ്മൾ 9th വരെ എഴുതിയ എക്സാം പോലെയല്ല 10th എഴുതുന്ന സമയത്ത് അത് കുറച്ചുകൂടി ടഫാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? സോ നിങ്ങളുടെ ലൈഫിന്റെ അത്ര ഒരു ടഫസ്റ്റ് സിറ്റുവേഷനിൽ കൂടി അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു മേജർ ഇവന്റിലേക്ക് ആണ് നിങ്ങൾ എയിം ചെയ്ത് പോകുന്നത്. സോ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ നാച്ചുറലി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ അറിവ് കൂട്ടുക. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അറിവ് കൂട്ടാൻ സാധിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ചില സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചില സമയത്ത് ആ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഗൈസ്
നിങ്ങളുടെ ഒരു ഹിഡൻ നേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹിഡൻ സക്സസിലേക്കാണ്. ഓക്കെ, അതായത് ഇതുവരെ നിങ്ങളെ സ്പർശിക്കാത്ത ചില വിജയങ്ങൾ അത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, ഇമോഷൻസ് ആയിരിക്കാം. ചില ആളുകൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. അതായത് നിങ്ങളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ മാറ്റുന്നുണ്ടായിരിക്കണം. വേറെ കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ താല്പര്യം ഉള്ളതായിരിക്കാം, ബട്ട് അത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സന്തോഷമായിരിക്കാം. ഓക്കെ, സോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റക്കായി നിന്നാൽ പോലും നിങ്ങളുടെ ഒരു ലക്ഷ്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അറിവ് തേടി പോകുന്ന ഒരു യാത്രയാണ് നിങ്ങൾക്ക്. ഓക്കെ, അത് എന്ത് അറിവാണെന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, എന്തോ ഒരു കാര്യം അറിവ്, അത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കാം, നിങ്ങളെ പറ്റിയിട്ടുള്ള ചില ഹിഡൻ സക്സസ്, ഹിഡൻ കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സമയത്ത് വേണ്ട ഒരു സൊല്യൂഷൻ ആയിരിക്കാം നിങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. റൈറ്റ്, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ ആ ഒരു നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് പ്ലേസ് എന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന ആ ഒരു ജേണിയിലായിരിക്കാം നിങ്ങൾ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾ ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് സർക്കിളായിട്ട് കിടന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവിടെ പുതിയ ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്, അറിവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് പുതിയ മൂവ്മെന്റ്സ്, അതായത് നിങ്ങൾ എടുക്കുന്ന പുതിയ സ്റ്റെപ്പ്, ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്താണോ നിങ്ങൾക്ക് മടി പിടിച്ചിട്ട് നിങ്ങൾ നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ആലസ്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. ബട്ട് ഈ ഒരു സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് അത് വളരെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിക്കോളൂ. പക്ഷെ നിങ്ങളുടെ ആ ഒരു മേജർ യാത്രയുണ്ട് അല്ലെ, അവിടെ നിങ്ങളുടെ സെൽഫായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കാം, എഡ്യൂക്കേഷൻ ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ചില ആളുകളിന് ഡിസ്കണക്ട് ആയിട്ട് പുറത്തേക്ക് വരേണ്ടതായിരിക്കാം, ഒരു ഫ്രീഡം വേണ്ടതായിരിക്കാം. സോ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത് പല ഇമോഷണൽ ചാലഞ്ചസ് ആയിരിക്കാം, പല ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൺഫ്യൂസ്ഡ് ആവുന്നതും ആയിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യുക എന്താണോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുള്ളത്. ബട്ട് ഗൈസ്, ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ലൈഫിൽ ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് വരും. ഓക്കെ, ആൻഡ് ആ ഒരു അതിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അത്ര ദൂരെയായിട്ട് കാണുന്നില്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഡയറക്ഷൻ ലൈക്ക് ദിസ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്, ബട്ട് ലൈഫ് ടേൺ ചെയ്യുന്നുണ്ട് ഒരു പുതിയ ഡയറക്ഷനിലേക്ക്. അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നാച്ചുറലി ഡിറ്റാച്ച്ഡ് ആയി പോവും, ചില കാര്യങ്ങളോട് നിങ്ങൾക്കൊരു താല്പര്യം തോന്നും, ചില ഐഡിയാസ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എക്സാം കുറെ കാലമായിട്ട് എഴുതുകയാണ്, നിങ്ങൾ പാസ് ആവുന്നില്ല, ബട്ട് നിങ്ങൾക്ക് അത് എത്തുക എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്, ആ ഒരു പൊസിഷനിൽ എത്തുക അല്ലെങ്കിൽ അത് ക്ലിയർ ആവുക എന്നുള്ളത്. സോ നിങ്ങൾ എത്ര എഴുതിയിട്ടും ക്ലിയർ ആവാതെ നിങ്ങൾ അത് ഗിവപ്പ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ എന്തോ ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ് അതെങ്ങനെ ക്ലിയർ ആവണം എന്നുള്ളത്. കുറച്ചുകൂടെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു പുതിയ വഴി നിങ്ങൾ കണക്ട് ചെയ്തു പോകുന്നത് പോലെ. ഓക്കെ, സോ ചില വഴിയിൽ കൂടെ പോയാൽ നമുക്ക് അവിടെ എത്താൻ സ്ട്രഗിൾ ആയിരിക്കാം, ബട്ട് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വേയോ കിട്ടുന്നത് പോലെ. അത് നിങ്ങളുടെ എക്സാം മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അഗെയിൻ ഇറ്റ്സ് എ പ്രോമിസ്. ഓക്കെ, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇത് ചില കാര്യത്തിന് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, നിങ്ങളുടെ ലക്ഷ്യത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. പല ആളുകൾക്കും പല സിറ്റുവേഷൻ ആയിരിക്കാം, ബട്ട് എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്നത് ബട്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണ്. സോ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മേജർ വിഷോ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഡെഫിനറ്റ്ലി എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എത്രമാത്രം കമ്മിറ്റ്മെന്റ് കാണിക്കാൻ സാധിക്കുമോ, നിങ്ങൾക്ക് നിങ്ങളെ എത്രമാത്രം എൻകറേജ് ചെയ്യാൻ സാധിക്കുമോ, ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുറെ കൂടെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവും, അതാണ് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസൈറ്റും, അതാണ്
നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് റിഫ്ലക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ എൻകറേജ് ചെയ്യുക. ഓക്കെ, ആൻഡ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക, പുഷ് ചെയ്യാം. ഓക്കെ, സോ ചില സമയത്ത് വേറൊരാൾക്ക് നമ്മൾ വന്ന് സഹായിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, വേറൊരാളും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, ബട്ട് നിങ്ങൾക്കൊരു കാര്യമുണ്ട്, നിങ്ങളൊരു അനുഭവത്തിലൂടെ നിങ്ങൾ പോവുകയാണ്, നിങ്ങളൊരു ചലഞ്ചിലൂടെ നിങ്ങൾ പോവുകയാണ്, അവിടെ നിങ്ങൾക്കാണ് ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്കത് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ട്രൈ ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചലഞ്ചസ് ഉണ്ട്, സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ശ്രമിക്കേണ്ടതായിട്ട് ഉണ്ടാവുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാനും സാധിക്കുന്നുണ്ട്. റിലേറ്റ് ചെയ്യുക എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നും ചില ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പ്ലേസിൽ നിന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഈ ഒരു ആളുടെ അടുത്ത് നിന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഈ ഒരു കണക്ഷൻ എനിക്ക് വരാൻ പറ്റില്ല. ഗൈസ്, എണീക്കൂ, നിങ്ങൾക്ക് എണീക്കാനുള്ള സമയമാണ്. കണക്ഷന്റെ പേരിൽ നിങ്ങൾ ലൈഫ് സ്പോയിൽ ചെയ്ത് സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്. അത് നിങ്ങളുടെ ജീവിതമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഇമോഷണൽ ഫേസ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ആർക്കൊക്കെ ഉള്ള ഒരു മെസ്സേജ് ആണെന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് റിലേറ്റ് ചെയ്യുക. ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, ഇങ്ങനത്തെ കണക്ഷന്റെ പേരും പറഞ്ഞിട്ട് ലൈഫിൽ ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്, നല്ല അനുഭവങ്ങളാണ്. ബട്ട് അതിന്റെ പിറകെ നിങ്ങൾ സഞ്ചരിക്കാൻ നിന്നാൽ അതിന്റെ പിറകെ ആയിരിക്കാം നേരത്തെ പറഞ്ഞത് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ പിറകെ ആയിരിക്കാം നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കാം, ബട്ട് നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് പുതിയ ഡയറക്ഷൻ അവിടെ ഉണ്ടാവുന്നത്. റിലേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇതൊക്കെയും ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയാണ്, ബിക്കോസ് നിങ്ങൾക്ക് ഇമോഷണൽ ലോസ്, നഷ്ടമായത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ അവിടെ കണക്ഷന്റെ പേരിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. കമോൺ ഗൈസ്, ഞാനും സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം എല്ലാത്തിനും പറ്റിയിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. നിങ്ങളുടെ ഫീലിങ്സ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് അതെല്ലാം നിങ്ങളുടെ ലൈഫ്, അതിന്റെ പേരിൽ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. നല്ല രീതിയിൽ സംഭവിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരേണ്ടതാണെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ഫോഴ്സ്. ഓക്കെ, എന്റെ ട്വിൻ ഫ്ലെയിം, എന്റെ സോൾമേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ പിറകെ പോയിട്ട് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ അതിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് യു ബിലീവ് ദേ ആർ യുവർ ട്വിൻ ഫ്ലെയിം, ദേ ആർ യുവർ സോൾമേറ്റ് ഓർ വാട്ട് എവർ ദ കാർമിക് പാർട്ട്ണർ, ഹൂ എവർ, അത് നിങ്ങൾക്ക് അതിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് വിടാം. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല ആ കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ ആഗ്രഹിച്ചിട്ടോ നിങ്ങൾ വിളിച്ചിട്ടോ അല്ല ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന് വരേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു, അത് വന്നു, അതിന്റെ പേർപ്പസ് അത് ചെയ്തു, അത് മടങ്ങേണ്ടതായിട്ടുള്ള സമയത്ത് അലോ ചെയ്യാം. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി ചില ആളുകൾക്കുള്ളൊരു വേക്കപ്പ് കോളാണ്, എണീറ്റ് നടക്കാനുള്ള ഒരു കോളാണ്. ബിക്കോസ് ചില ആളുകൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ് റിലേഷൻഷിപ്പിൽ. സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ എനർജി. ഇത് നിങ്ങൾക്കുള്ള അവയർനെസ് ആണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ കേൾക്കാത്ത സമയത്ത്, ഇപ്പം നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില ആളുകൾ ഉണ്ടായിരിക്കണം അല്ലെ. സ്റ്റിൽ ആ ഒരു ഇമോഷൻസിന്റെ പേരിൽ ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട് യുവർ ഇമോഷൻസ് ഗൈസ്, ബട്ട് ഇത് നിങ്ങൾക്കുള്ളൊരു വേക്കപ്പ് കോൾ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, എവറിത്തിങ് ദെയർ, എനർജറ്റിക്കലി എല്ലാം അവിടെ ഉണ്ട്. ഫിസിക്കലി നമുക്കൊന്നും ആ ഒരു കാര്യങ്ങൾ ചില സമയത്ത് അവൈലബിൾ ആവുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ബട്ട് എന്തൊക്കെയാണോ നിങ്ങൾ നഷ്ടമായിട്ട് തോന്നുന്നത് എല്ലാം നമ്മൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. സോ നിങ്ങൾ അത് ഒരു വിഷമായിട്ടോ ഒരു നഷ്ടമായിട്ടോ അതിന്റെ പിറകെ പോയിട്ട് അത് ഫിക്സ് ചെയ്യുക, അത് കോംപ്ലിക്കേറ്റ് ആക്കുക. നോ, ഓരോന്നിനും വരേണ്ട സമയത്ത് അത് നല്ല രീതിയിൽ ആസ്വദിക്കുക, പോകേണ്ട സമയത്ത് അത് സന്തോഷമായിട്ട്, വേദന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും സമാധാനമായിട്ട് അതിനെ പറഞ്ഞു അയക്കുക. ഓക്കെ, എന്നിട്ട് ലൈഫിൽ മുന്നോട്ട് വരിക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം ആയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സോൾ യാത്ര ചെയ്ത് അനുഭവിക്കേണ്ടതും, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതും, നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട കഴിവുകൾ, ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ഗ്രേറ്റ്, നിങ്ങളുടെ ആ ഒരു സോൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതിനെ അലോ ചെയ്യുക നിങ്ങൾ. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക ഗൈസ്, ആൻഡ് ഫ്രഷ് ആയിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യൂ. കാര്യങ്ങളൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കൂ. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗൈസ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.